ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് പറയാനുള്ളത് ചെറുപ്പത്തിൽ എനിക്കടക്കം ഒരുപാട് പെണ്ണുങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ടോപ്പിക്ക് സീരിയസ് ആണെങ്കിലും ആരും ഞെട്ടൊന്നുമില്ല, അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ. കാരണം എനിക്ക് ഷുവറാണ് ഇത് 10-ൽ 8 പെണ്ണുങ്ങൾക്കും അനുഭവപ്പെട്ട ഒരു സാധനമായിരിക്കും. ഓക്കെ, ദ ടോപ്പിക് ഈസ് സെക്ഷൽ അബ്യൂസ് ഫ്രം എ ഫാമിലി മെമ്പർ, റിലേറ്റീവ് ഒരു നോൺ പേഴ്സൺ. ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ കാണുന്ന ആളായിരിക്കാം, നമുക്ക് പരിചയമുള്ള ഒരാളാം, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരാളായിരിക്കാം. ഓക്കെ, റിലേറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരല്ല. നമ്മളൊരു 100 റിലേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ ആരെങ്കിലും ആയിരിക്കും, നമുക്ക് അറിയുന്ന ഒരാൾ. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. 10-20, അതായത് ഇപ്പോൾ ഒരു മിഡിൽ ഏജേഴ്സിന് ചെറുപ്പത്തിൽ 5-6 വയസ്സ് അല്ലെങ്കിൽ 7-8 വയസ്സുള്ളപ്പോൾ നേരിടേണ്ടി വന്നൊരു സംഭവമായിരിക്കും. അന്ന് നമുക്ക് റിയാക്ട് ചെയ്യാൻ ഇതെന്താ നടക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് അത് അറിഞ്ഞു തുടങ്ങിയ പ്രായത്തിൽ നമുക്ക് അറിയായിരിക്കും, പക്ഷേ അത് ഇപ്പോൾ പറയുന്നത് മോശമാണോ ആ ഒരു ഇതിലായിരിക്കും. കുറച്ചും കൂടെ വലുതായി വരുമ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തമാശയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഇത് ഒരു 10 ആൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ 8 പേർക്ക് ചിലപ്പോൾ അതൊരു ട്രോമ ആയിട്ടുണ്ടാവില്ല, ഏതെങ്കിലും 2 പേർക്ക് അതൊരു ട്രോമ ആയിട്ടുണ്ടെങ്കിലോ. അപ്പം ഇത് ഞാൻ പറയാൻ വന്നത്, നമുക്ക് നോൺ ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് നോൺ, അതായത് നമ്മളിപ്പോൾ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു നെയ്ബർ ആയിരിക്കും ഒരു കുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക, ഒരു ചെറിയ കുട്ടിക്ക്. അപ്പോൾ ആ ഒരാൾ ആ സമയത്ത് മിഡിൽ ഏജോ പ്രായമുള്ളോ ആയിട്ടുള്ള ഒരാളായിരിക്കും. പുള്ളിക്കാരന് നല്ല ബോധ്യമുണ്ട് എന്താ ചെയ്യുന്നത്. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആ കുട്ടിക്ക് അറിയില്ല, ഇതെന്താ സംഭവം എന്ന് പോലും അറിയില്ല. ഇത് അബ്യൂസ് ആണോ അല്ലെങ്കിൽ ഇതെന്താ ഇതൊരു പാർട്ട് ഓഫ് ഗെയിം ആ രീതിയിൽ. കാരണം പുള്ളി ആ ചെയ്യുന്ന വ്യക്തി ആ പുള്ളിയുടെ ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു സംഭവം. നമുക്ക് ബസ്സിൽ ഒരാൾ തോണ്ടി എന്ന് പറയുന്നത് ആ ഒരു സംഭവം അല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇത് പിന്നെയും ആ പുള്ളിക്കും അറിയാം, നമുക്ക് നാളെ അവരെ കാണേണ്ടി വരും, അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ അമ്മേച്ചനോട് കുട്ടി പറയും, അതൊന്നും നോക്കാതെ ചെയ്ത് നടന്നിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഇന്നും ആ ആൾക്കാർ നമ്മളെ മുന്നിലുണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കത് നമ്മുടെ റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്കൊരു ഫാമിലി ഉണ്ടാവും, അത് തകരും, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറയണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ആ ചെയ്യുന്ന ആൾക്ക് ഈ വിചാരിക്കുന്നത് അവരൊരു തോട്ട് പ്രോസസ് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർ വിചാരിക്കുന്ന ഇതൊരു കുട്ടിയല്ലേ, കുട്ടി വലുതാകുമ്പോൾ മറന്നു, അല്ലെങ്കിൽ ഈ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ അത് മറന്നു, പുള്ളി ഇത് കണ്ടിന്യൂസ് ചെയ്യാനായിരിക്കില്ല വിചാരിക്കുന്നത്, ആ കിട്ടിയ ചാൻസ് മുതലാക്കിയതാണ്, അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ 6 വയസ്സിൽ അനുഭവിക്കുന്ന കുട്ടിക്ക് 35 വയസ്സിൽ അത് ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓർമ്മയുണ്ടാവും ഞാൻ പറയുന്നില്ല, ആളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ന്യൂസ് ഒക്കെ അവർക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ പറയുന്നത് ഈ ചെയ്തു പോകുന്ന ആൾക്ക് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇവർ ലൈഫ് ലോങ് ഇത് ഓർമ്മിക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാവാം, ആരും ആവാത്. കാരണം ഞാൻ പറയുന്നത് ഇത് ഒരാൾക്ക് അനുഭവപ്പെട്ട സംഭവമല്ല, 10 സ്ത്രീകളിൽ 8 സ്ത്രീകൾക്ക് അനുഭവമുള്ള കാര്യം ഞാൻ 100% ഷുവറായിട്ട് പറയും. കാരണം ഞാൻ ലാസ്റ്റ് 14 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കേരളത്തിനകത്ത് ജോലി ചെയ്തിട്ടുണ്ട്, കേരളത്തിനകത്ത് തന്നെ പല ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്, കേരളത്തിൻ്റെ പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ്റെ പുറത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ജോലി ചെയ്ത് എൻ്റെ കൂടെ ജോലി ചെയ്ത് എൻ്റെ കൊളീഗ്സും സ്ത്രീകളെല്ലാം നമ്മളൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സ് ആയി കഴിയുമ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ പെണ്ണും, അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ, എല്ലാവർക്കും ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആർക്കും ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ 10-8 പെണ്ണുങ്ങൾക്കും ചെറിയ ആക്സിഡൻ്റ് ആയിരിക്കും അത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് 10-20 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ മനസ്സിലതുണ്ട്. ആ സമയത്ത് അറിയില്ല എന്താ നടക്കുന്നതെന്നുള്ളത്. പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ അന്ന് ഇയാൾ ഇതാണല്ലേ ചെയ്തത്, പിന്നെ വീണ്ടും ഇയാളെ കാണുമ്പോൾ ഇയാൾ ചെയ്ത് എന്തൊരു വൃത്തികേടല്ലേ. ഇന്നിപ്പോൾ അയാൾക്ക് ഭാര്യ ഉണ്ടാവും, ചിലപ്പോൾ 2 പെൺകുട്ടികളായിരിക്കും ഉള്ളത്. അപ്പോൾ വിളിക്കും അയാളെ ഈ സ്വഭാവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇതുണ്ട്, പക്ഷേ അയാൾ ചിന്തിക്കുന്നില്ല നമ്മുടെ മനസ്സിൽ അതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ കൊണ്ടുവരുന്നത്. സൊല്യൂഷൻ അല്ല, ഓഫ്കോഴ്സ് സൊല്യൂഷൻ അല്ല, നമുക്കിപ്പോൾ എല്ലാവരുടെ പോയി നന്നാക്കാനൊന്നും പറ്റില്ല. അപ്പം ഇപ്പോഴത്തെ പിള്ളേരും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആസ് എ പാരൻസ് നമ്മൾ കുട്ടികൾക്കെല്ലാം നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നോട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വിടുമ്പോൾ നമ്മൾ പറയും അത് പേട്ടച്ചൻ്റെ കുട്ടച്ചൻ്റെ സ്കൂൾ പഠിപ്പിക്കും, അവനൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വലിയൊരു ഫാമിലി ഫംഗ്ഷൻ്റെ നടുക്കൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അതായത് ഒരു കല്യാണ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടാവും, അതിൻ്റെ നടുക്കുള്ള ആയിരിക്കും ഇത് ചിലപ്പോൾ സംഭവിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് പുള്ളിക്കാരിൻ്റെ അമ്മയ്ക്ക് ഈ വീട്ടിൽ വിടുന്നത് മാത്രമേ അവർക്ക് ഒരു സേഫായിട്ട് തോന്നാറുള്ളൂ, വേറെ എവിടെയും വിടുന്നത് അൺസേഫ് ആയിരുന്നു, അവിടെ തന്നെ പോകണമെന്ന് പറയും. കാരണം പുള്ളിക്കാരിക്ക് ആ വീടാണ് വിശ്വാസം, പക്ഷേ ആ വീടിനകത്ത് തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് ആ കുട്ടിക്ക് തുറന്ന് അമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല. കാരണം അവർ അത്രയും ക്ലോസ് ഒരു റിലേറ്റീവാന്ന് വെച്ചാൽ, റിലേറ്റീവ് അല്ല, ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ. പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തകരും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി തകരും. അപ്പോൾ കാര്യങ്ങൾ പറയുക, വീട്ടിലൊന്ന് പറയുക, റിയാക്ട് ചെയ്യുക, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അന്ന് അങ്ങനെ ഇല്ലായിരുന്നു കുറേ സ്ഥലത്തും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ 20 വർഷം മുന്നേ എന്നോട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവിടെ പോയി അവരുടെ കുടുംബക്കാർക്ക് അന്ന് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇരുന്നപ്പോൾ അങ്ങനെ തോന്നിയൊരു കാര്യമാണ്, നമ്മളെല്ലാവരും വീട്ടിൽ ഒരാൾ ഉണ്ടാവുമല്ലോ, അതായത് അച്ഛനുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ടാവും, സഹോദരനുണ്ടാവും, എല്ലാവരും വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു മെയിലിൻ്റെ അടുത്ത്, നമ്മളെ വീട്ടിലുള്ള ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയണം, ഇന്ന ആളെ പേരടക്കം പറഞ്ഞിട്ട് പറയണം, ഇന്ന ആൾ പുള്ളിക്ക് പറയുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ, ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളടുത്ത് പറയണം. അതായത് നമ്മളെ അച്ഛൻ, സഹോദരൻ, ഭർത്താവ്, മകൻ മൈനറാണെങ്കിൽ പറയണ്ട, മൈനറാണെങ്കിലും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോയി പറയണം, ഇന്ന ആൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, നമ്മൾ പറയണം ഓപ്പൺ അപ്പായിട്ട്. കാരണം ഇത് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയില്ല നമ്മളെ ഈ 4 പേരിൽ ഒരാൾ ഇങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിൽ ഇത് തോന്നണം, അവർ ചെറുപ്പത്തിൽ ചെയ്ത സാധനങ്ങൾ വലുതായിട്ട് അവർക്ക് ഓർമ്മയുണ്ടാവില്ല, ഞാൻ ചെയ്ത തെറ്റായിരുന്നു, അങ്ങനെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ അവരൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ അലേർട്ട് ആവട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം. അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പോട്ടെ, ചെറിയ ആസ് എ കിഡ്സ് നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലേഡീസ് എല്ലാ വീട്ടിലും 100% ഐ എം ഷുവർ. ഇത് കാണുന്ന ആണുങ്ങളാണെങ്കിൽ വേണമെങ്കിൽ അവരെ വൈഫിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മോളെടുത്തോ അല്ലെങ്കിൽ
സഹോദരിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. ഇപ്പോൾ ചെറിയ മക്കളാണ് ചോദിക്കുന്നത്, കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കൂടുതൽ പാരൻസും അലേർട്ടാണ്. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പഴയ ആൾക്കാരുടെ അതായത് വൈഫിൻ്റെ അടുത്ത് വെറുതെ ചോദിച്ചു നോക്കുക, നിങ്ങൾ ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിൻ്റെ ആർക്കെങ്കിലും ഉണ്ടായിട്ട് ചോദിച്ചു നോക്കുക. 100% ഐ എം ഷുവർ ഉണ്ടായിട്ടുണ്ടാവും. ആരും വലിയ പ്രശ്നമാക്കാനൊന്നുമല്ല, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറയാം, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ബൈ, സീ യു.